ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോയിൽ 9 ദിവസം നമ്മുടെ നവരാത്രി സീരീസാണ്. നമ്മൾ ഓരോ ഡേയും ഓരോ കളേഴ്സിനെ തീം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോയും. അത് മിക്കവാറും ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അതും വീഡിയോയിലൂടെ പറയും എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കളേഴ്സ്, അതായത് 9 ദിവസം 9 കളറായിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടാവുക. ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ തന്നെ ആയിരിക്കും. പക്ഷേ നോർമലി എല്ലാ നവരാത്രി വീഡിയോസിലും ലെഹങ്ക അല്ലെങ്കിൽ ചോളി ആ ടൈപ്പ് ഓഫ് ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ മേക്കപ്പ് ലുക്ക് ഒക്കെ ആയിരിക്കും നമ്മൾ കാണാറുണ്ടാവും. പക്ഷേ ഞാനൊന്ന് മാറ്റി പിടിക്കാം, നമുക്കൊരു കേരള നവരാത്രി പിടിക്കാം. ബിക്കോസ് എനിക്ക് ഈ സാധനങ്ങളോടൊന്നും ചെയ്തു കൊടുക്കാൻ പലർക്കും ഇഷ്ടമാണ്. ഞാൻ പല ബ്രൈഡ്സിനും ലെഹങ്കയും അതുപോലെ തന്നെ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ശ്രമിക്കാൻ വേണ്ടി പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്കെന്തോ കംഫർട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആണ്. പക്ഷെ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇന്ന് ഞാൻ സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ കളർ നമ്മുടെ യെല്ലോ ആണ്. നവരാത്രി ഡേയിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ കളർ തീം യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ ഒരു പ്ലെയിൻ യെല്ലോ അല്ല, യെല്ലോ വിത്ത് മെറൂൺ കോമ്പിനേഷനുള്ള ഒരു സാരി ഉടിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാരി ഉടുത്ത് വന്നിട്ട് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കാണാം കേട്ടോ. നമ്മുടെ കളർ ഓഫ് ദി ഡേ യെല്ലോ ആയതുകൊണ്ട് ഞാനൊരു മസ്റ്റേർഡ് യെല്ലോ സാരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല ക്ലാസ് മെറൂൺ കോമ്പിനേഷനാട്ടോ വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് അതിലേക്ക് ഞാൻ പെയർ ചെയ്യുന്ന ഓർണമെൻറ്റ്സ്. എല്ലാം ആൻറ്റിക് ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ്. ബാക്കി ഞാൻ ഉടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ സാരി കൊടുത്തു. സാരി എന്നെക്കൂടെ പറ്റുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റിയ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചുറ്റിയ കിട്ടുന്ന സാരിയാണ്. പക്ഷെ ഇവിടുത്തെ പ്ലീറ്റ്സ് എനിക്ക് തോന്നുന്നു കൂടി അയൺ ചെയ്യണം. ഞാൻ ഇവിടുത്തെ അയൺ ബോക്സ് ഭയങ്കര വെയിറ്റ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അയൺ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന സാരി ആയിരിക്കുന്നത്. കാരണം ഈ സാരി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ 1.5 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. ബ്ലൗസ് അടിച്ചിട്ട് 1 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാരീനെ പറ്റി വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ കേട്ടോ. എന്തൊരു മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയില്ല, അതുപോലത്തെ ഒരു മഞ്ഞയാണ്. നല്ല അടിപൊളി മഞ്ഞയാണ്. അതിലേക്ക് നല്ലൊരു ക്ലാസ് കോമ്പിനേഷൻ മെറൂണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് യജ്ഞത്തിലേക്ക് കിടക്കാം. മേക്കപ്പിന് ഞാൻ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പ്രൈമർ ഇട്ട് കൊടുക്കാം. എനിക്കങ്ങനെ ഒരു വലിയൊരു നിർബന്ധം ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ അടുത്ത് പ്രൈമർ ഉണ്ട്, നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുറത്ത് പോകേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ ആരോഗ്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വിരുന്നൊന്നും അധികം പോകാനുള്ളൊരു നമ്മൾ വിളിച്ചിരുന്നു കേട്ടോ. വിരുന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അസുഖമൊക്കെ മാറി സെറ്റായിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ അസുഖമൊക്കെ ഒന്ന് സൈഡായപ്പോഴത്തേക്കും വിഷാദ് സൈഡായത് കൊണ്ട് തന്നെ ഇനി വിരുന്നൊക്കെ പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങനെ എപ്പോഴെങ്കിലും ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പ്രൈമർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അങ്ങനെ ഒരുപാടൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എൻ്റെ മുഖത്തുള്ളത് അങ്ങനെ ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയല്ല. ഞാൻ നെബുലൈസ് ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്റ്റാണ്. അതായത് നമ്മൾ നെബുലൈസേഷൻ ചെയ്യുമ്പോഴേ ഉള്ളിലെ അണുക്കളെയൊക്കെ നമ്മൾ പുറത്തേക്ക് കളയുന്നതാണല്ലോ നെബുലൈസേഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മളിങ്ങനെ മാസ്ക് വെച്ചിട്ടല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്ത് അല്ലെങ്കിൽ എക്സെയിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ മുഖത്തന്നെ തട്ടി നിൽക്കുകയാണ് കുറച്ച് നേരം നെബുലൈസേഷൻ പ്രോസസ്സ് കഴിയുന്നത് വരെ. അപ്പോൾ അതുകൊണ്ടാണ് മുഖത്ത് ഈ ഒരു കുറച്ച് കുത്തുകളൊക്കെ. കാരണം കല്യാണത്തിന് മുന്നേ ഒന്ന് സെറ്റായതായിരുന്നു ഞാൻ. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഇത് ഫോറെവറിൻ്റെ ഒരു കൺസീലറാണ്. എനിക്കിത് മതി. ബിക്കോസ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കവറായിപ്പോൾ. എനിക്കങ്ങനെ ഒരുപാട് കവർ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തൊരു ആളാട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴേ കാണാം ഞാൻ എൻ്റെ മുഖത്തെ പാടും അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സാധനങ്ങളൊക്കെ ഒരു ചെറിയൊരു കവറേജ് അത്രേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കുറേ മേക്കപ്പ് വാരി പൊത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്കിതാണ് കംഫർട്ടബിൾ. കാരണം ഞാൻ എങ്ങനെ കണ്ടവർ ഇങ്ങനെ തന്നെ കാണുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ കുറേ മേക്കപ്പ് ഇട്ടിട്ട് ഇടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എൻ്റെ ആഗ്രഹം പോലെ എനിക്കൊന്നും ഇടാൻ പറ്റാത്തൊരു കണ്ടീഷനും കൂടിയായി.
ഞാൻ പറഞ്ഞല്ലോ അലർജിക്കിൻ്റെ പ്രശ്നമുള്ള കാരണം തന്നെ എനിക്ക് അങ്ങനെ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ കഴുത്തിൽ ആ ഒരു പിഗ്മെൻറ്റേഷനും കുറേ കുറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം മരുന്ന് ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ കുറേ നിർത്തുന്നുണ്ട്, അതുപോലെ നമ്മൾ ഡോസൊക്കെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ച ഡോസുള്ള മരുന്നിൻ്റെയൊക്കെ തന്നെ സൈഡ് എഫക്റ്റും അതുപോലെ നോർമലി നമ്മുടെ ബോഡിക്കൊരു എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പ്രതിഷേധം കാണിക്കുമല്ലോ, അങ്ങനെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ആദ്യം ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, എൻ്റെ മെൻസസ് ഇറഗുലർ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ വളരെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ എനിക്കൊന്നും കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടും കൂടി ഞാൻ പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അത്രയും ടെൻഷൻസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ അത്രയും ബോഡി വീക്കായിട്ടും മെൻസ്ട്രൽ സൈക്കിൾ വളരെ കറക്റ്റായി. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേഴ്സണലി എടുത്ത എഫേർട്ടായിരുന്നു കേട്ടോ. അതായത് ഷുഗർ കട്ട് ചെയ്ത് അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു 5-6 മാസത്തിൻ്റെ എഫേർട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം മേ ബി അത് കറക്റ്റ് ആവാൻ സാധ്യതയില്ല. കാരണം കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കില്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം ഒക്കെ ആയിരുന്നല്ലോ. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ 2-3 വിരുന്ന് പോയല്ലോ, ആ വിരുന്നിലൊക്കെ കഴിച്ച ഭക്ഷണങ്ങൾ മേ ബി അതൊക്കെ എഫക്റ്റ് ആയേക്കാം എന്ന് ഞാൻ വിചാരിക്കണു. എന്താവും അറിയില്ല. പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ഡയറ്റൊന്ന് മര്യാദയ്ക്കൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ PCOD അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ പെട്ടെന്ന് കറക്റ്റ് ആവും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, 2018 മുതൽ മരുന്ന് കഴിച്ച് ഒരു വിധത്തിലും ഒരു റിസൾട്ട് കാണാതെ അവസാനം ഞാൻ സ്വയം എടുത്ത തീരുമാനമായിരുന്നു, ഓക്കെ ഇനി ഞാൻ ഡോക്ടറെ കാണുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഡയറ്റ് എടുത്ത് ഫോളോ ചെയ്തിട്ട് റെഡിയാക്കാം എന്നുള്ളത്. പക്ഷേ അതിൽ റെഡിയായി. ഞാൻ എടുത്ത എഫേർട്ട് എന്തായാലും അത് ഒരു റിസൾട്ട് ഇല്ലാതെ പോയില്ല. അപ്പോൾ ആരെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് അതുപോലെ PCOD ഒക്കെ വെച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഷുഗർ കട്ട് ചെയ്തിട്ട് വർക്കൗട്ടൊന്നും ചെയ്യേണ്ട, 1 hour നിങ്ങളൊന്ന് മാക്സിമം ഒരു ½ hourൽ നടക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം നടക്കുക. ബാക്കി നമ്മുടെ ഷുഗർ കട്ട് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി കട്ട് ചെയ്യുക, എന്നിട്ട് പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെയല്ല. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ ജസ്റ്റ് ഞാൻ നമ്മുടെ കൺസീലർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇതേ ഐഷാഡോ ഒരു ക്രീം കളറ് ഞാനൊന്ന് ബേസായിട്ടാണ് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ എല്ലാ വീഡിയോയിലും സെയിം തന്നെ ആയിരിക്കും. ഇങ്ങനെ മാറ്റി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് നിലവിൽ എനിക്കൊരു അലർജിക്ക് ഇല്ലാത്തത് കൊണ്ടേ ഇത് പെട്ടെന്ന് മാറ്റി ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ. എങ്ങാനും പണി കിട്ടിയാൽ അത് ചില്ലറ പണിയാവില്ല, നല്ല 8ൻ്റെ പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇന്നെനിക്ക് വേറൊരു നല്ല സ്മോക്കി ആയിട്ട് കണ്ണെഴുതണം എന്നൊരാഗ്രഹമുണ്ട്. നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ, ശ്രമിച്ച് നോക്കാം. കുറേ നേരം ഇത്തരം പ്രോഡക്റ്റ്സിൻ്റെ അടുത്ത് നിന്നാലും ചിലപ്പോൾ ഞാൻ തുമ്മാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് മൈൻഡപ്പ് ചെയ്ത് എൻ്റെ നോർമൽ കണ്ണെഴുതലോടുകൂടി ഞാനിത് ഈ കലാപരിപാടിയോട് അവസാനിപ്പിക്കും. അതല്ല കുറച്ചൊരു ടൈമിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് കണ്ണെഴുതാൻ ശ്രമിക്കാം. കുറേ കാലമായിട്ടും കണ്ണൊക്കെ നല്ലപോലെ ഒന്ന് മേക്കപ്പ് പ്രോഡക്റ്റ്സും അല്ലെങ്കിൽ നല്ല ടൈം എടുത്ത് കണ്ണൊക്കെ എഴുതിയിട്ട് കല്യാണത്തിന് ചേച്ചിയല്ലേ ചെയ്തതെന്ന്, ഞാനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ പകുതി ഉറക്കമായിരുന്നു കല്യാണത്തിൻ്റെ മേക്കപ്പിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പം ഞാൻ ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐഷാഡോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പാലറ്റ് ഷുഗറിൻ്റെ ഐഷാഡോ പാലറ്റാണ്. എനിക്ക് അലർജിക്ക് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാത്ത പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇത് ലോട്ടസിൻ്റെ ഐബ്രോ പെൻസിലാട്ടോ. നല്ലൊരു പ്രോഡക്റ്റ്, ഞാൻ കല്യാണമായിട്ട് മേടിച്ചതാണ്. എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇത്രയും കാലം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആ ഒരു ഐഷാഡോ പാലറ്റാട്ടോ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പാലറ്റ് കുറേ കാലം യൂസ് ചെയ്തില്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പെൻസിലൊന്ന് മാറ്റി പിടിച്ചത്. പക്ഷെ കൊള്ളാം, നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ്. മറ്റേതാകുമ്പോൾ നിലത്ത് വീണ പൊടിഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല സാധനമാണ്. പിന്നെ ബ്ലാക്ക് യൂസ് ചെയ്യാതിരിക്കുക ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ. അതിന് പകരം ബ്രൗൺ പെൻസിലെടുത്താൽ കുറച്ചും കൂടി ബെറ്ററായിരിക്കും. ഒരു എന്താ പറയുക, നാച്ചുറൽ ഫീലിംഗ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് കണ്ണെഴുതലാണ്. അപ്പോൾ കണ്ണെഴുതാൻ ഞാൻ യൂസ് ചെയ്യുന്നത്
ഓക്കെ, കാജൽ ഇത് ഫേസസ് കാനഡയുടെ കാജലാണ്. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കയറി കാണാത്തവർ എന്തായാലും കയറി കാണാം. അടിപൊളിയായിട്ടുള്ളൊരു കാജലാണ്. അതുപോലെ തന്നെ നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാട്ടോ. ഞാൻ അപ്പോൾ ഇത് ഷാർപ്പ് ചെയ്തിട്ടില്ല, ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഷാർപ്പ് ചെയ്യാത്തത്. അപ്പോൾ ഇത് ഞാൻ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് കണ്ണെഴുതാൻ പോകുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ സ്മഡ്ജ് ചെയ്യുന്ന ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് ഞാൻ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് നല്ലൊരു എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടം, പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാജലാണ്. അപ്പോൾ ഞാനത് എന്തായാലും അപ്ലൈ ചെയ്യും. അതാണ് ഇന്നത്തെ ഞാൻ കാജൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹായോടെ പോവില്ല. കയ്യിലായി, മുഖത്തായി അങ്ങനെ കിടക്കും. കാജലിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ്. പക്ഷെ എന്നാലും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും എന്നുള്ള ചിലപ്പോൾ ഓർമ്മയില്ലാതെ കണ്ടോ. ഇപ്പം തന്നെ എൻ്റെ കയ്യിലായി. ഇത് ഞാനിങ്ങനെ മുഖത്ത് വരുത്തി വെച്ചാൽ മുഖത്താവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ആർക്കെങ്കിലും ഇതിന് കണ്ടു ചെയ്യണമെങ്കിൽ തലയെ തൊട്ട് തേക്കുന്ന ശീലം ഉണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഒരു സ്മോക്കിയായി കൊടുക്കാനോട്ടോ എൻ്റെ പ്ലാൻ. സ്മോക്കി ആവോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ കഷ്ണം നിലത്ത് വീണിരിക്കുന്ന ഗൈസ്, ഉമ്മനെ വീണ്ടും പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കാജലിൻ്റെ പ്രശ്നം. വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഞാൻ അതേപോലെ എടുത്ത് വെക്കുന്നുണ്ട്. സ്മോക്കി ആക്കാനുള്ള മൂടങ്ങ് പോയി. പോട്ടെ, ശരിയോ? ഇത്ര ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആയുധമെടുത്ത് പണിക്കിറങ്ങാം. ജസ്റ്റ് ഇതേ ഇതുപോലെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല നോക്കി കണ്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആകെ പരന്ന വൃത്തിയാടാവും. ഇത്രയും ഞാൻ സ്മോക്കി ആക്കണം. ഒരുപാട് സ്മോക്കി ആക്കിയത് കഴുകി പോവില്ല, അത്രയും അടിപൊളി കാജലായ കാരണേ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ പണി അവസാനിപ്പിക്കുന്നു. ഇതൊരു ലാസ്റ്റ് ആ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്കിൽ ഇതിൻ്റെ ഒരു ഭംഗി വരും കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഞാനിതേ അവസാനിപ്പിക്കുന്നുണ്ട്. ഞാൻ അതേപോലെ ഈ കണ്ണു ആക്കണം. അതൊരു ടാസ്ക്കാണ്, എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. ഞാൻ എത്ര കണ്ണ് എഴുതിയാലും രണ്ട് കണ്ണും കൂടി ഒരുപോലെ ഒരിക്കലും വരാറില്ല. ഓക്കെ, ഞാൻ അവിടെ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. മുന്നേ ഞാൻ ഏത് ഐഷേഡോ ഡാർക്ക് ഐഷേഡോ ആണോ മേലെ കൊടുത്തിട്ടുള്ളത്, അതിന് താഴെ ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഞാനിതിൽ ഈ ഓറഞ്ച് ഷെയ്ഡില്ലേ, ഇതാണ് ഞാൻ മേലെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കണ്ണിൻ്റെ താഴെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബ്രഷ് എടുക്കണം മടിക്കാണത് ചെയ്യുന്നത് ഇങ്ങനെ. ഇനി കണ്ണെഴുതൽ നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം കേട്ടോ. ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കണം, ലിപ്പ്. അപ്പോൾ ലിപ്പിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫസ്റ്റ് എൻ്റെ ലിപ്പ് ലൈനറാണ്. ആ വീഡിയോസിൽ ഞാൻ പറയുന്നത് ലിപ്പ് ലൈനർ കളർ ബാറിൻ്റെ ലിപ്പ് ലൈനറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് വരില്ല. കണ്ടാ, ഞാൻ 2 ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. ഏതാണോ മാച്ച് ആവുക അതിടാന്നുള്ള പ്ലാനാണ്. ഇത് നൈക്കയുടെ ചായ് 18 എന്ന് പറയുന്ന ഷെയ്ഡാണ്. നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മീഡിയം സ്കിൻ ടോണ് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ. നൈക്കയുടെ ചായ് 18 എന്ന് പറയുന്നൊരു ഷെയ്ഡ്. ഇത് ഞാൻ
താഴെ അല്ല മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാച്ചുറൽ ന്യൂ ലുക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് അത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെബലിൻ ന്യൂയോർക്കിൻ്റെ വിനൈൽ ഇങ്ക് അല്ല സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അല്ല ഷെയ്ഡല്ല, ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഷെയ്ഡ് വരുന്നത് എനിക്ക് തോന്നുന്നു 130 എക്സ്ട്രാ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ മേടിച്ചതല്ല. എൻ്റെ കസിൻ കല്യാണത്തിന്, എൻ്റെ മാമൻ്റെ മോൻ കല്യാണത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് എനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണം. ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡാണ്. അങ്ങനെ അവൻ UK നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ തന്നാണ്. ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് ഇതാണ്. ഞാൻ കല്യാണത്തിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, എൻ്റെ സ്കിന്നിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഈവൻ നമ്മുടെ സ്പഞ്ച്, ബ്രഷസ്, ഇതൊക്കെ മാക്സിമം ഞാൻ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആയിരുന്നില്ല എനിക്ക് ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഞാനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൺസീലർ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് മേടിച്ചത്. കൺസീലറൊക്കെ യൂസ് ചെയ്ത് അത് തന്നെയാണ് തന്നെ എൻ്റെ ഒരു ഓർമ്മ. ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാളുടെ ഉപയോഗിച്ച സാധനമായിരിക്കുമല്ലോ കൊണ്ടുവരിക. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കും അത് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ട ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതൊരു മാറ്റ് ഫിനിഷ് അല്ലേ, ഉണങ്ങി ഇട്ടപ്പോൾ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല, ഇതൊരു ഗ്ലോസി ലിപ്സ് ആണ്. എനിക്ക് ഗ്ലോസി ലിപ്സിനോടായിരുന്നു താല്പര്യം. എൻ്റെ കല്യാണത്തിന് ഞാൻ ഗ്ലോസി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇത്ര അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി കയ്യായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് കയ്യായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ഇതിലേതാണ് എനിക്ക് മാച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇപ്പോൾ കൺഫേം ആക്കും. എന്നാലല്ലേ നമുക്ക് ഇത് പെട്ടെന്ന് പരിപാടി തീർക്കാനല്ലേ. എനിക്ക് താഴെ തന്നെയാണ് ഇഷ്ടമായത്. ചായ ഇഷ്ടമില്ല എന്നുള്ള പറഞ്ഞത് കുറച്ചും കൂടി എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിനോട് കുറച്ചും കൂടി മാച്ച്, ഈ ഒരു ബ്ലൗസിനോടൊക്കെ കുറച്ചും കൂടി മാച്ച് തോന്നുന്നത് മേലത്തെ ആണ്, അല്ല താഴത്തെ ഈ ഒരു വിനൈൽ ഇങ്ക് സൂപ്പർ സ്റ്റേ, ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. ഓക്കെ, അപ്പം നമ്മുടെ ഏറ്റവും അവസാനത്തെ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുന്ന മേക്കപ്പിൽ ഞാനിത് മസ്കാര ഇട്ടിട്ട് മുഖത്തെ പണി അവസാനിപ്പിക്കുകയാണ്. ഇനി കണ്ണെഴുതാനുണ്ട്. നമുക്ക് ലാസ്റ്റ് മുടിയൊക്കെ കെട്ടി കണ്ണെഴുതാം കേട്ടോ. ഓക്കെ, ഞാൻ താഴെയും കൂടി എനിക്ക് ഈ താഴത്തെ ലാഷിൽ മറ്റേ ഈ മസ്കാര ഇടാൻ ഭയങ്കര പേടിയാണ്. എൻ്റെ കണ്ണുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ ബ്ലിങ്ക് ആവണം കണ്ണ്. എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ണിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും വരുമ്പോൾ. ഞാൻ എൻ്റെ കല്യാണത്തിന് അതുകൊണ്ട് ലെൻസ് ഇട്ടില്ല. ലെൻസ് ഇടാൻ രാവിലെ കുറേ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവസാനം ആ ഉദ്യമം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ലെൻസ് ഇടണമെങ്കിൽ ചിലപ്പോൾ രാവിലെ വരെ ഞാൻ ഇരിക്കേണ്ടി വരും, എന്നാൽ എൻ്റെ ലെൻസ് ഇടാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഷൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഞാൻ വേറെ കൂടുതൽ കാര്യപരിപാടികളൊന്നും ചെയ്യുന്നില്ല. ഇനി മുടി കെട്ടലാണ്. മുടി കെട്ടൽ വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് എങ്ങനെ മുടി കെട്ടേണ്ടതെന്ന് അറിയില്ല. മുന്നേ നമുക്ക് നമ്മുടെ ഓർണമെൻറ്റ്സ് ഇടാം. ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിന് യൂസ് ചെയ്തിരുന്ന ഓർണമെൻറ്റ്സ് ആണ് ഇടുന്നത്. ഇതൊരു ലോക്കിംഗ് വളയാണ്, ബാങ്കിളാണ്. ഇതൊരു ലക്ഷ്മി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ലക്ഷ്മി വളയാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതും ഞാൻ ലോക്ക് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് വൺ, ഇത് എൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, പക്ഷേ കല്യാണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്തതാണ്, അല്ലെങ്കിൽ മേടിച്ചതാണ്. ഇത് എനിക്ക് എൻ്റെ ഒരു കസിൻ തന്നതാട്ടോ, കസിൻ്റെ ഗിഫ്റ്റാണ്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് ഇട്ട് നോക്കി സെൻറ്ററിൽ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഓൾറെഡി അന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് അന്ന് അത് ഇടാൻ പറ്റിയില്ല. ജസ്റ്റ് ഇത് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് നോക്കിയിട്ട് ഇടാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തീരെ 2 തന്നെ ഇടാനുള്ളൊരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് എല്ലാവരും 2 ഇടണേ എന്ന് പറഞ്ഞത് കൊണ്ട് 2 ഇട്ടു. ഓക്കെ, കണ്ടോ ഇത് രസം നോക്കി, ഗ്രാൻഡായിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ കമ്മലാട്ടോ ഇഷ്ടപ്പെട്ടത്, എന്ത് ഭംഗി. അതേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു, കമ്മലിട്ടു, മാലയിട്ടു, പിന്നെ വള. ഇതൊക്കെ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. ഓക്കെ, എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ മലയാളം എൻ്റെ എനിക്ക് കസിൻ്റെ ഗിഫ്റ്റാണ് ഈ ഓർണമെൻറ്റ്, ഈ മാലയും ഇതിനോട് കൂടിയിട്ടുള്ള ഈ കമ്മൽ. അപ്പോൾ അന്ന് അത് ഇടാൻ പറ്റിയില്ല എന്ന് പറയാൻ, നമ്മളിടാൾ തന്ന സാധനം എന്ത് ഇടാഞ്ഞെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അന്ന് ഇടാൻ പറ്റിയില്ല. ഇത് മാത്രമല്ല, ഇനി ബാക്കി എൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു കേട്ടോ. പക്ഷെ ഇതെനിക്ക് ഇതിനോട് പെയർ ചെയ്ത് ഭംഗി ഉണ്ടാവും എന്ന് തോന്നി. ഇതെന്തോ എനിക്ക് ഇതിനോട് കൂടി ഇടണം, ഇതിനെ മാച്ച് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും തോന്നിയ കാരണമാണ് ഞാൻ ഇത് ഇട്ടത്. ഓക്കെ, ഇനി മുടി ഇടുന്ന കാര്യമാണ് ഒരു സംശയം. എങ്ങനെ ഇടണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഞാൻ മുടി സാധാരണ കെട്ടിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് ഹെയർ ബ്രൈഡ് ചെയ്യാം, ഒരു സൈഡ് ബ്രൈഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. നോക്കട്ടെ കേട്ടോ. ഞാൻ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര അങ്ങോട്ട് എക്സ്പേർട്ട് അല്ല. കാരണം ചെറുപ്പം മുതലേ എന്താ പറയുക, മുടി ഉണ്ടെങ്കിലും ഞാൻ അത്ര അങ്ങോട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നന്നായിട്ട് ജട പിടിക്കുന്ന മുടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര മടിയാണ്. ഇങ്ങനെ കെട്ടിയിട്ട് അവസാനം ജടയൊക്കെ പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ സാധാരണ എങ്ങനെയെങ്കിലും ഏറ്റവും എളുപ്പം എങ്ങനെയാണോ അങ്ങനെ കെട്ടാനാണ് എനിക്കിഷ്ടം. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒന്നാകെ മുടി അങ്ങ് മേലേക്ക് വെച്ചിട്ട് ഞാനങ്ങ് മുടയും. ഫുൾ ഇങ്ങനെ മേലേക്ക് പിടിച്ചിട്ട് ഒന്നാകെ ഞാൻ മുടയും. അതാണ് ഈ മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ എൻ്റെ ചോപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ ഒന്നാകെ മേലേക്ക് കെട്ടി വയ്ക്കും. ഇതാണ് മെയിനായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്ന് പറയാനുള്ളത്. ഓക്കെ, വലിയ കുഴപ്പമില്ലാന്ന് തോന്നണം അല്ലേ. ഇനി ഈ സൈഡിൽ ഞാൻ അതുപോലെ ഒന്ന് ബ്രൈഡ് ചെയ്ത് കൊടുക്കട്ടെ. ബ്രൈഡിങ് അല്ല, ആക്ച്വലി ഇതൊരു എന്താ പറയുക, ബ്രൈഡിങ് അല്ല, ആക്ച്വലി ഇതൊരു ട്വിസ്റ്റിംഗ് ആണ്. നീ കൊടുക്കുന്നുണ്ട്, ഞാൻ ഒന്ന് സൈലൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങളാണ് താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, യെല്ലോ തീം എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരു കേരള സ്റ്റൈൽ നവരാത്രി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഫുൾ സാരിയാണ്. അതിൽ അങ്ങനെ സാരിയിൽ പിടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് സാരിയാണ് കംഫർട്ടബിൾ, അതുകൊണ്ട് സാരി പിടിക്കാമെന്ന് ഓർത്തു. ഓക്കെ, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ സാരിയുടെ ഒരു മോഡൽ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് ആയിട്ടുണ്ടാവും. ബിക്കോസ് ഇതൊരു ഒരു 1.25 വർഷം മുന്നേ എടുത്തൊരു സാരിയാണ്. ഇപ്പോഴാണ് ആക്ച്വലി ഇത് ഉടുക്കാനുള്ളൊരു അവസരം വന്നത്. യെല്ലോ ഉടുക്കാനുള്ളൊരു അവസരം നമുക്ക് സത്യം പറഞ്ഞ ഒരു ഹൽദി അങ്ങനത്തെ ഒക്കെ ലുക്കിലല്ലേ നമ്മൾ ഇപ്പോൾ പൊതുവേ യെല്ലോ ഉടുക്കുക. പക്ഷെ എനിക്കെന്തോ ഇത് അങ്ങനെ ഉടുക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് ടൈമാണ് എൻ്റെ സാരി ഈ യെല്ലോ ഉടുക്കുന്നത്. എനിക്ക് എന്തായാലും ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓർണമെൻറ്റ്സ് ഇഷ്ടപ്പെട്ടോ, എനിക്ക് ഹെയർ സ്റ്റൈൽ ഭംഗിയുണ്ടോ, ഇതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒന്നും മുടി കെട്ടാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഒക്കേഷനിൽ മാത്രമേ ഞാൻ ഇങ്ങനെയൊക്കെ മുടി കെട്ടാറുള്ളൂ. പൊതുവേ ഇത് മുഴുവൻ ഇങ്ങനെ എടുത്തിട്ട് മുടങ്ങിയിടലാണ് പതിവ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ സാരി ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
ഒരുപാട് എൻ്റെ ഞാൻ സാരി ഇങ്ങനെ ഉടുത്തിട്ടുള്ള വീഡിയോസ് വരുമ്പോഴേ കുറേ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് സാരി ഓടുന്ന സാരി നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നാളത്തെ വീഡിയോയിൽ അടുത്ത കളറായിട്ട് ഞാൻ മറ്റൊരു സാരി ലുക്കായിട്ട് എന്തായാലും വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.